മനസ്സിലെ ടെൻഷനും ആങ്സൈറ്റിയും വരുമ്പോൾ അത് പലരും ശാരീരികമായ രോഗങ്ങളിൽ കൂടെ പ്രദർശിപ്പിക്കും. അത്രയേ ഉള്ളൂ. അത് ധാരാളമുണ്ട്. സാധാരണ ഇപ്പോൾ ഒരു ജനറൽ പേഷ്യൻ്റ് ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നതിൽ വളരെ പേരും സ്ട്രെസ്സ്, ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, അങ്ങനെ സ്ട്രെസ്സ്, മാനസികമായ വിഷമങ്ങൾ, അതെല്ലാം കൊണ്ട് ഉണ്ടാകുന്ന പല രോഗങ്ങൾ. ഉദാഹരണത്തിന് തലവേദന, ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയും. നമുക്ക് മനസ്സിലെ ടെൻഷനും കൂടുമ്പോഴേക്കും അത് ഇവിടുത്തെ മസിൽസ് സ്പാസം, കഴുത്തിലെ സ്പാസം, അപ്പോഴേക്കും മുകളിലേക്ക് ഇത് തോന്നും. അപ്പോൾ വേദനയായി അല്ലേ. ഒന്ന് റിലാക്സ് ചെയ്യാമെങ്കിൽ അതങ്ങ് പോകും, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനത്തെ പല രോഗങ്ങളുണ്ട്. ടെൻഷൻ ഹെഡേക്സ്, മൈഗ്രെയിൻ, പിന്നെ ഡൈജസ്റ്റീവ് കംപ്ലയിൻസ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇതുപോലെ പല ധാരാളം രോഗങ്ങൾ നമ്മുടെ സാധാരണഗതിയിൽ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട്, സമ്മർദ്ദം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതിന് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല. മരുന്ന് കഴിക്കാതെ ഡോക്ടർമാർക്കറിയാം, കാണുമ്പോൾ ഫിസിക്കൽ എവിഡൻസ് ഒന്നുമില്ല, ശാരീരികമായ ഒന്നുമില്ല. പക്ഷേ ആ കുഴപ്പം ഇതെന്തോ ചെയ്യേണ്ടതെന്നും എങ്ങോട്ട് അയക്കേണ്ടതെന്നും അറിയാൻ പാടില്ല. അത് വരുമ്പോഴേക്കും പലപ്പോഴും ഈ ട്രാങ്കുലൈസേഴ്സ് കൊടുക്കും, കാൽപ്രസോലം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊടുക്കും. അത് കുറച്ച് ദിവസം കഴിക്കും. അന്നേരം ചിലർക്ക് ഉടനെ പ്രശ്നം അങ്ങ് മാറുകയാണെങ്കിൽ അതോടങ്ങ് പോകും. പക്ഷേ പ്രശ്നം മാറുന്നില്ലെങ്കിൽ അതിനോട് അഡിക്റ്റഡ് ആവും. പിന്നെ അതില്ലെങ്കിൽ വയ്യാന്നുള്ളതാവും. അതിൻ്റെ ആവശ്യമില്ല. അതിനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഈ രോഗങ്ങളെല്ലാം ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സ്കിസോഫ്രീനിയ, മാനിക് ഡിപ്രസീവ് സൈക്കോസിസ്, പിന്നെ സർട്ടൻ ടൈപ്പ് ഓഫ് മെലങ്കോളിയ, ചില ഏജ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് മെനപ്പോസ് എല്ലാം കഴിയുമ്പോൾ ചിലതരം ഡിപ്രഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മരുന്ന് ആവശ്യമുണ്ട്. മാനിക് ഡിപ്രസീവ് സൈക്കോസും അല്ല. ബാക്കി സാധാരണ രീതിയിൽ നമ്മൾ ഇതെന്നൊക്കെ പറയുന്നതൊന്നും മരുന്നിന് ആവശ്യമില്ല. ഇപ്പോൾ ആങ്സൈറ്റിക്കൊക്കെ കൊടുക്കാം എന്തെങ്കിലും ട്രാങ്കുലൈസർ. പക്ഷേ അതിനേക്കാൾ ഭേദം ഈ ആങ്സൈറ്റി ആദ്യം എന്തുകൊണ്ടുണ്ടായി, ജീവിതത്തിൽ എന്തായിരുന്നു പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിട്ട് അത് തന്നെത്താൻ മാറ്റിയെടുക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് ഒരിക്കലും ആങ്സൈറ്റി വന്നാലും ആ ആൾക്ക് തന്നെ അത് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഭേദം നിങ്ങൾ രോഗം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുക, മരുന്ന് കൂടാതെ. അങ്ങനെയാണ്. അതാണ് അതിൻ്റെ പ്രധാന ഒരു കാര്യം. പിന്നെ അല്ലെങ്കിൽ മരുന്ന് കൊടുത്ത് സിംറ്റം അങ്ങ് സപ്രസ് ചെയ്യാം, പക്ഷേ പ്രോബ്ലം മാറുന്നില്ല. അങ്ങനെ വരാം. ചിലർ മരുന്ന് കൊടുത്താലും മനസ്സ് കുറച്ച് ശാന്തമായി കഴിയുമ്പോൾ തന്നെത്താൻ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് ചെയ്യും. പക്ഷേ ആ പ്രോബ്ലത്തിന് അണ്ടർലൈങ് പ്രോബ്ലം, അടിമനസ്സിൽ കിടക്കുന്ന പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ചികിത്സിക്കണം. മരുന്ന് കൊടുക്കുകയാണെങ്കിലും കുറച്ച് സമയമെങ്കിലും ചിലവാക്കണം ആ രോഗിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ വരുന്നതിന് പേര് വായിച്ച ഉടനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതികളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കുകയല്ല. പക്ഷേ ഇതുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പ്രശ്നം. ഇവിടെയൊക്കെ എല്ലാവരും ഒരു ഡോക്ടറെ കാണാൻ ഒരു ദിവസം 50 പേര് എന്നാൽ എന്ത് ചെയ്യും? ഞാൻ 8 പേര് കൂടുതൽ ഒരിക്കലും കണ്ടിട്ടില്ല ഒരു ദിവസം. 1 മണിക്കൂറെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി എടുക്കും. ഉദാഹരണം പറയാം, ഹിസ്റ്ററിക്കൽ പാരാലിസിസ് വരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഇതുപോലെ ഇരുന്നപ്പം അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ എന്നോട് ഉണ്ടല്ലോ ഒരു പയ്യൻ്റെ മട്ടിലാണ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ ഇരുന്നു. അപ്പം പുള്ളിക്ക് ഒരു കാല് തീരെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അനിയന്മാർ 2 പേര് വന്ന് നിന്ന് ഇങ്ങനെ പിടിച്ച് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ. അപ്പോൾ ഞങ്ങളിരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ പയ്യെ പുള്ളിയെ വർത്തമാനത്തിൽ കൂടെ ചെറിയ ഹിപ്നറ്റൈസ് ചെയ്ത ഈ കാലിൻ്റെ ബലം കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് പയ്യെ ഒന്ന് നടന്നു നോക്കാൻ പറഞ്ഞു. ഇത്രയും ദൂരം, കുറച്ച് ദൂരം, അപകടമൊന്നും വരാതെ. അപ്പോൾ പുള്ളി നടന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ നടക്കാൻ പറഞ്ഞു. അങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ അങ്ങേയറ്റം വരെ നടക്കാൻ പറഞ്ഞു. അപ്പോൾ അതല്ല, അപ്പോൾ ഈ അനിയനത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, ആ വടി അങ്ങ് കളഞ്ഞിട്ട് അനിയനെ പിടിക്കാതെ തന്നെ ഇനി നടന്ന് തിരിച്ചു പോകാൻ പറഞ്ഞു. പോയി. അപ്പോൾ ഒരുപാടെണ്ണം അതിനെ ഹിസ്റ്ററിക്കൽ പാരാലിസിസ് എന്ന് പറയും. അതുപോലെ ഉണ്ട് ധാരാളം. ഇപ്പോൾ ഞാനിപ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു ഹിസ്റ്റീറിയ രോഗിയോ അല്ലെങ്കിൽ ന്യൂറോസിസ് ഉള്ളവരെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. അതേസമയത്ത് ഒരു പൊട്ടൻഷ്യലി സ്കിസോഫ്രീനിക് ആയിട്ടുള്ളൊരു പേഷ്യൻ്റിനെയാണ് ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ ഭ്രാന്ത് ഇളകിയെന്ന് വരും. അപ്പോൾ അത് അറിയാവുന്നവരെ ചെയ്യിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഏത് കുട്ടികളുടെ കത്തി കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്തതിൻ്റെ കൊടുത്താൽ അപകടമായിട്ട് വരും. അറിവോ സമ്മതം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ
ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഈ നോൺ വെർബൽ ഹിപ്നോസിസ് എന്നും പറഞ്ഞ് ഉണ്ട്. ഒക്കെ അതിൻ്റെ കുറേ വിദ്യകളൊക്കെ ഉണ്ട്. ചെറിയ ഇതെല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ടോൺ പയ്യെ പയ്യെ മാറ്റുക. നിങ്ങൾ ഈ കൈ പിടിക്കുന്ന അതുപോലെയൊക്കെ ഞാനിത് ചെയ്യുക. എന്നിട്ട് അവസാനം നിങ്ങളുടെ പുറകെ ഞാനങ്ങ് നടക്കുകയെന്ന് വിചാരിക്കും. നമ്മൾ രണ്ടുപേര് ഒന്നിച്ചങ്ങ് പോവുക. നമ്മൾ രണ്ടുപേരെ നിങ്ങൾ നടക്കുന്ന പോലെ തന്നെ ഞാനും കൂടെ നടക്കുക. കൂടെ കുറേ കഴിഞ്ഞങ്ങ് നടക്കുമ്പോഴേക്കും നമ്മൾ ഒരുമിച്ച് നടന്നുകൊണ്ട് ഒരു രീതി വരുമ്പോൾ ഞാൻ പയ്യെ ഇങ്ങനെ ഇടത്തോട്ടും തിരിയാൻ നിൽക്കുക. അപ്പം നിങ്ങളും ഇടത്തോട്ട് തിരിയുന്നു. അങ്ങനെ അപ്പം നമ്മളറിയാതെ അവനറിയാതെ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഈ മിൽട്ടൺ എറിക്സൺ എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അദ്ദേഹം അത് ശരിക്കും ഡെവലപ്പ് ചെയ്ത് അത്ഭുതം അങ്ങനെ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിൻ്റെ അബോധ മനസ്സിൻ്റെ ശക്തികൾ മുഴുവനും പുറത്ത് കൊണ്ടുവരിക്കുന്ന രീതി. അതേസമയത്ത് ഈ രോഗി അത് അറിയുകയില്ല. അങ്ങനെ ഇൻഡയറക്റ്റ് ഹിപ്നോസിസ് എന്ന് പറയുന്നതിന് അത് മിൽട്ടൺ എറിക്സൻ്റെ ഒരു അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ഞാനിവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഓളമ്പാറ പഠിപ്പിക്കുകയും അവിടെ നിന്ന കാലത്ത് വരുന്നവനെല്ലാം കൊടുക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു. ഒരു ദിവസം 10-30 വീതം കൊടുത്തുകൊണ്ടിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പം ഒരു ഇൻപേഷ്യൻ്റ് ഡയറക്ടറായപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഈ ഷോക്കില്ലാത്ത തെറാപ്പി അത് ഇഫക്റ്റീവായിട്ടുള്ളത് ഡിപ്രഷനാണ്. സൈക്കോട്ടിക് ഡിപ്രഷൻ എന്ന് പറയും. സാധാരണ വിഷമങ്ങൾ ഇതൊക്കെ വരുന്ന ഷോക്കൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. അത് കൊടുക്കരുത് ശരിക്കും. ചിലതരം ഡിപ്രഷൻ ഉണ്ട്. അത് പെട്ടെന്ന് ഇങ്ങ് വരും. എന്തുകൊണ്ടാണെന്നറിയാൻ മേല. എന്നാൽ സംസാരമില്ല, ആഹാരമില്ല, അങ്ങനെയൊക്കെയുള്ളൊരു ഇത് വരും. കുറേ കഴിയുമ്പോൾ അതിന് 5-6 മാസം കഴിഞ്ഞ് പോവുകയും ചെയ്യുന്നിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് മരുന്നും തീരെ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളവർക്ക് മാത്രമേ, അധികം സൂയിസൈഡ് ഉള്ളവർക്ക് മാത്രമേ ഞങ്ങൾ ഷോക്ക് കൊടുക്കാറുള്ളൂ. അവിടെ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ളപ്പോൾ നമ്മളധികം കളിച്ചാൽ അവനെവിടെയെങ്കിലും പോയി സൂയിസൈഡ് ചെയ്യും. അത് കൊടുക്കും. പിന്നെ മനുഷ്യർ പലരും പറയുന്ന പോലെ അത്രമാത്രം ഡാമേജ് ഒന്നും അതുകൊണ്ടുണ്ടാകുന്നില്ല വേണ്ട രീതിയിൽ ചെയ്താൽ. പിന്നെ ഷോക്ക്ലെസ് തെറപ്പി എന്നും പറഞ്ഞുകൊണ്ട് ഇത് തന്നെ ഈ കൺവൾഷൻ ഇല്ലാതെ കൊടുക്കും എന്നുണ്ട്. ഇവിടെയൊക്കെ ഞാൻ കാണുമ്പം 4 പേര് കാലെ പിടിച്ച് ഇതൊരു ബീബൽസ സംഭവമാണ്. അതൊന്നും ആവശ്യമില്ല ഇപ്പോഴും മോഡേൺ ഇതിൽ. പക്ഷേ വളരെ സെലക്റ്റീവായിട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വരുന്നവനൊക്കെ പിടിച്ച് ഷോക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇവിടെ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ അറിയാം, വരുന്നവനൊക്കെ ചുമ്മാ പിടിച്ച് ഷോക്ക് കൊടുക്കും. അത് ഒക്കെ സാധാരണയല്ല. ഞാൻ പ്രത്യേകം പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അനുമാനം ഇവിടുത്തെ പ്രഷർ കൊണ്ടാണെന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികളായിട്ടുണ്ട്. പക്ഷേ അത് ചെയ്തോ ഇത് ചെയ്തോ എങ്ങനെയെങ്കിലും നമ്മൾ വലിയ ആത്മീയമൊക്കെ പറയുമെങ്കിലും ജീവിതത്തിൽ വലിയ ആത്മീയതയൊന്നുമില്ല. എങ്ങനെയും സമ്പാദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജീവിക്കാൻ അത്രയൊന്നും സമ്പാദ്യം ആവശ്യമില്ല. പക്ഷേ അങ്ങനെ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ്, ഉടനെ എല്ലാവരും പിടിച്ച് ഡോക്ടറാക്കണം, എല്ലാവരും പിടിച്ച് എൻജിനീയറാക്കണം, ഇങ്ങനെ ആ ഒരു വ്യഗ്രത ഉണ്ട്. ഞാനിപ്പോൾ അവിടെ ഇപ്പോൾ അമേരിക്കയിലായിരിക്കുമ്പോൾ അങ്ങനൊരു വ്യഗ്രതയില്ല. എനിക്ക് ഡോക്ടറാകണമെന്ന് തോന്നിയാൽ ഞാനതിന് പഠിക്കുന്നു. അല്ല എനിക്കിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ഇഷ്ടമെന്നെങ്കിൽ അത് ചെയ്യുന്നു. പക്ഷേ അത് ഇവിടുത്തെ പോലെ അത്രയും ഒരു പ്രിജുഡീസ്, ഒരു മനസ്സിന് അങ്ങനെ ഇവൻ മോശക്കാരനാണ് എന്ന് അങ്ങനൊരു വിചാരമില്ല. അല്ലേ, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നു. നിങ്ങളുടെ ജോലി നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഹാപ്പിയാണ്, ഷുഡ് ബി ഹാപ്പി. ഞാനിപ്പോഴും ഓർക്കുന്നു, അവിടെ ഒരു റീഹാബ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാത്തിനും കാലും കൈയും ഒക്കെ പോയത്, തലയൊക്കെ കഷ്ടിയൊക്കെ ഉള്ളൂ. അവിടെ ഒരു എലിവേറ്റർ എന്ന് പറഞ്ഞ് ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് കാലില്ലാതെ അയാൾ ഇങ്ങനെ ഒരു ചെറിയ കസേരയിൽ അതിലിരിക്കും. അത് തുറക്കും, ഇത് ആളുകൾ വരുമ്പോൾ തുറക്കും. പുള്ളി അയ്യോ സന്തോഷമായിട്ടങ്ങ് വെൽക്കം ചെയ്യും. സന്തോഷമായിട്ട് കയറിക്കുള്ളൂ എന്ന് പറഞ്ഞ് ചിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ ചെന്ന് എവിടെ ഇറങ്ങേണ്ടതെന്നൊക്കെ ചോദിച്ച്, അപ്പോൾ ഈ രോഗികളെല്ലാം ഇയാളെ കണ്ടു കഴിയുമ്പോഴേക്കും പകുതി രോഗം പോകും. അതുപോലത്തെ ഒരു സന്തോഷം. എന്നാൽ ഈ മനുഷ്യൻ കാലില്ല, കൈയില്ല, ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സന്തോഷം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കാണുമ്പോഴേ. അപ്പോൾ ഈ മനുഷ്യർ
അസുഖമാണെന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും ഡിപ്രഷൻ ഉണ്ടാകണമെന്നില്ല. ഇവിടെ അസുഖമൊന്നും ഇല്ലാത്തവരായത് ചെയ്യുന്നത്. ഒരുപാടെണ്ണം എനിക്ക് തോന്നുന്ന, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇതേപ്പറ്റി പഠിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്ന ആളുകൾ വേണ്ടാത്ത അംബീഷൻസ് ഉണ്ടാക്കി അവരിൽ ഓരോ ഇതെല്ലാം ഉണ്ടാക്കി അത് നിരാശ വന്ന് ഇതിനി സാധിച്ചില്ലെങ്കിൽ ഇനി എന്നെ എന്തിനു കൊള്ളാം എന്നുള്ളത് നിരാശ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പഠിക്കണം. നമ്മളിവിടെ റിസർച്ച് ചെയ്ത് ഇവിടെ ഉള്ളവർ ചെയ്താലേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ചെയ്തത്? പേരൻസിന് ഒപ്പം ഇത് കൊടുക്കണം. അതാ ഫാമിലി തെറപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫാമിലിയാണ് ഇവനെ രോഗിയാക്കിയത്, അവൻ തന്നെയല്ല, ഈ ഫാമിലി അവനെ രോഗിയാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ആ ഫാമിലിയെ കൂടെ ചികിത്സിച്ചില്ലെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ഈ കൊച്ചു കഴിയുമ്പോൾ അടുത്ത കൊച്ചിന് ഇത് തന്നെ ചെയ്യും. അവർക്ക് അറിഞ്ഞുകൂടെ എന്തുകൊണ്ടാണ് അവൻ ചെയ്ത് എന്നുള്ളത്. ഇവർ ചെയ്തിട്ടുള്ള എന്താണ് കുഴപ്പം വളർത്തിക്കൊണ്ടുവന്നതിൽ എന്നവർക്ക് ചിന്തയില്ല. അത് ശരിയായ ഉത്തരവാദിത്വം ഉണ്ടാകണം. അത് ഞങ്ങൾ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത്, ഈ മനസ്സിലെ ചില കോൺഫ്ലിക്ട്സും അതും ഇതും ഉണ്ടായാൽ പലതരത്തിലത് പുറത്തേക്ക് വരും. ഒരു തരം എന്താണെന്ന് വെച്ചാൽ, ചില തരം നമ്മളറിയുന്നതോ കേട്ടാത്തതോ ആയ ചില പേഴ്സണാലിറ്റീസ്, അതായത് വ്യക്തിത്വത്തോട് സാധാരണ്യം പ്രാപിക്കും. എന്നിട്ടത് മനസ്സിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ ഒരാളായിട്ട് അങ്ങ് നിൽക്കും. മറ്റേത് കഴിയുമ്പോൾ വേറൊന്ന് നിൽക്കും. ഇങ്ങനെ ഇത് വരും. ഞാനൊരു ബുക്ക് അടുത്ത ദിവസം DC ബുക്സിൽ ഇറക്കിയിട്ടുണ്ട്. വിഭക്ത വ്യക്തിത്വം എന്നായിരുന്നു അത്. എന്തോ മനസ്സും വ്യക്തിത്വം എന്നും പറഞ്ഞാണ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ മനസ്സിലുള്ള സ്പ്ലിറ്റാണിത്. അപ്പോൾ ഞാൻ എഴുതിയതിൽ 10-20 ഓരോരുത്തർ വരുന്നുണ്ട്. ആ ഓരോരുത്തർ വന്നിട്ട്, പക്ഷേ നമ്മൾ അവസാനം ചികിത്സിക്കുമ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ആരും വരാതാവും. അങ്ങനെ ഈ പറയുന്നവരൊന്നും വരാതാവും. അത് അങ്ങനെ. അപ്പം മനസ്സിലുള്ള സ്പ്ലിറ്റാണ് ഈ കാണുന്നത്, അകത്തുള്ള മനസ്സ് സ്പ്ലിറ്റാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ശരിയായ ചികിത്സ. പക്ഷേ മുമ്പൊക്കെ നമ്മൾ ഓർക്കും ഇവൻ പിശാചാണ് ഡീറ്റി എന്ന് പറഞ്ഞ 2 അടിയൊക്കെ കൊടുത്ത് അത് തൽക്കാലം ചിലപ്പോൾ പിശാച് പോയെന്നിരിക്കും. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ആ വ്യക്തിത്വത്തിലുള്ള വിഭക്ത സ്വഭാവം അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഒന്ന് താത്തി വെച്ചു എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇത് സെൽഫ് ഹിപ്നോസിസ് ആണെന്നാണ് മനഃശാസ്ത്രം എന്ന രീതിയിൽ ഞാൻ കാണുന്നത്. സ്പിരിച്വൽ പവറിന് ഇപ്പോൾ ഈ ഗുസ്തിയൊക്കെ കാണിക്കുന്നതിന് നമ്മൾ വളരെ സ്പിരിച്വലായിട്ടുള്ള വളരെ യോഗിമാരും പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഋഷികേശിലൊക്കെ പോയി ഒത്തിരി പേരെ ഇതിനെ കണ്ടിട്ടുണ്ട്. മറ്റ് പല മതങ്ങളിലുള്ളവരെയും കണ്ടിട്ടുണ്ട്. അവരൊന്നും ഈ സർക്കസ് ഒന്നും കാണിക്കാറില്ല. ഇത്തരം ഇതൊക്കെ അതൊരു തരം ഹിസ്റ്റീരിയ ഇളക്കി കൊണ്ടുവന്ന് എന്നാ എൻ്റെ വിശ്വാസം. പക്ഷേ ഇവിടെയുള്ള മതത്തിലുള്ളവർ തന്നെ കല്ലെറിയരുത് കേട്ടോ, അത്രയേ ഉള്ളൂ. പക്ഷേ കാണിക്കുന്നതിൽ ആവശ്യമൊന്നുമില്ല. പക്ഷേ ആയിക്കോട്ടെ, ആ രീതിയിലാണ് അവർ അവരുടെ വിശ്വാസം മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, പ്രകാശിപ്പിക്കുന്നതെങ്കിൽ ചെയ്തോട്ടെ എന്നേ ഉള്ളൂ എനിക്ക്. പക്ഷെ അത് പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് കയറിയിട്ടാണോ എന്ന് എനിക്ക് വിശ്വാസമില്ല, പേഴ്സണലി വിശ്വാസം.